കഴിഞ്ഞ സീരീസിൽ ഹൈപ്പിംഗ് ആയിട്ടുള്ള ജോബുകളിലേക്ക് കമ്പനീസ് എങ്ങനെയാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു ജോബിലേക്ക് എത്താൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്യൂമെ. ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ATS ഫ്രണ്ട്ലി റെസ്യൂമെ അല്ലെങ്കിൽ ATS ഫോർമാറ്റ് റെസ്യൂമെ. എന്താണ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ, അല്ലെങ്കിൽ ഈ ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമേക്ക് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്? ഒരു ജോബ് ആസ്പിരന്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റെസ്യൂമെ, എക്സ്പെഷ്യലി ATS ഫ്രണ്ട്ലി റെസ്യൂമെ. ATS എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. പ്രൊമിനൻ്റ് ആയിട്ടുള്ള HR സൊല്യൂഷൻസും MNC കമ്പനികളൊക്കെ ഓരോ ജോബിലേക്കും അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ATS. സോ ATS ഫ്രണ്ട്ലി റെസ്യൂമെ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം. ATS ഫോർമാറ്റിലെ ജോബ് ഡിസ്കഷനിൽ കമ്പനി എന്തൊക്കെയാണോ നൽകിയിരിക്കുന്നത് ആ കീവേഡ്സ് നമ്മുടെ റെസ്യൂം കീവേഡ്സുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫോൾഡേഴ്സ്, ഫയൽ ഫോർമാറ്റ്, ടേബിൾസ്, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഹെഡേഴ്സ്, ഫൂട്ടേഴ്സ്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. PDF-ലോ വേർഡിലോ ഏരീസ് പോലുള്ള സിമ്പിളായിട്ടുള്ള ഫോണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഫയൽ സൈസ് ഒരു 40-ക്കും 70 KB ഇടയിൽ നിർത്തി, എന്നാൽ ഓരോ സെക്ഷനും സ്പേസിങ് കൊടുത്തുകൊണ്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമാറ്റിക്കൽ ഒഴിവാക്കി സിമ്പിൾ വേർഡ്സിൽ റീഡബിളായ റെസ്യൂമെ, അതാണ് ATS ഫ്രണ്ട്ലി റെസ്യൂമെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ജോബിലേക്ക് എത്താൻ ATS ഫ്രണ്ട്ലി റെസ്യൂമെ നമ്മളെ ഹെൽപ്പ് ചെയ്യും.